എന്റെ വല്യേച്ചിയുടെ മോള് കുഞ്ഞി. അവൾ 8ാം ക്ലാസ്സിലും അങ്ങോട്ട് പഠിക്കുമെന്ന് തോന്നി ചേച്ചി. ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ആന കളിക്കും പോലെ നിൽക്കുക. ഏറ്റവും താഴെ കുഞ്ഞേച്ചി, അതിന്റെ മോളിൽ എന്റെ വല്യേച്ചി, അതിന്റെ മോളില് ദാസേട്ടൻ, അതിന്റെ മോളിൽ ഞാന്. ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ നിന്നോണ്ട് നാമം ചോദിക്കുക, രാമനാമം ചോദിച്ചോണ്ടിരിക്കുക. ആന കളിച്ചോണ്ട് രാമനാമം ചോദിക്കുന്നു? അതൊരു തമാശക്ക് വേണ്ടി ചെയ്തതാണെന്നേ. വല്യേച്ചിക്ക് ഭയങ്കര നിർബന്ധം അങ്ങനെ നിന്നോണ്ട് രാമനാമം ചോദിക്കണമെന്ന്. ഇത് കണ്ടോണ്ടാണ് കൃഷ്ണമാമയുടെ വരവ്. പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും പേടിയാ കൃഷ്ണമാമ. കൃഷ്ണമാമ വരുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾ ആർത്തട്ടഹസ് ചിരിച്ചോണ്ടിരിക്കുക. ഈ ചിരിയൊക്കെ ഒന്ന് കുറച്ചിട്ട് അപ്പോഴത്തേന് മാമ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വടി എടുത്തോണ്ട് ഒരു വരവ്. ഞങ്ങളെല്ലാവരും ഇവിടെ ചെതറി 4 വഴിക്കൊന്നും ഓടി. ഒന്നും പറയണ്ട. അമ്മ ഭയങ്കര കുസൃതിയായിരുന്നല്ലേ ചെറുപ്പത്തില്? ഇപ്പോഴും കുസൃതി തന്നെ. ചൂടി ചെറുതല നമ്മളെക്കാളും 10 ഇരട്ടി കാണിച്ചു കൂട്ടി ഇനിയുമാണ് നമ്മളെ കുറ്റം പറയണത്. അത് കറക്റ്റ്. പറേ 2-3 ദിവസമായിട്ട് കളിച്ചും ചിരിച്ച് നടക്കുവാണ്, പഠിത്തമൊന്നും കാണുന്നില്ല. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ചേച്ചിയെ കാണിക്കാൻ വേണ്ടി ഞാൻ പഠിക്കാം. അമ്മ കഥകളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചേ. ഞങ്ങളുടെ കുടുംബത്തില് ഒരു 25-30 പേരോളം ഉണ്ടായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അല്ല, ഒരു 10-25 പേരുണ്ട്. 25 പേര് ഒരേ വീട്ടിലെയാ? അവളോ പെരിയ വീടാ അത്? വലിയ വീടൊക്കെയാണ്, പക്ഷെ എന്നാലും ഉള്ള ഇടയിലൊക്കെ എല്ലാരും അങ്ങ് കിടക്കും. അതാണല്ലോ പണ്ടത്തെ ഒരു രീതി. കേശുവേ, നീ ഇന്ന് പടലത്ത് പോണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലടാ? ചേട്ടാ ഞാൻ മുക്കോളാം, കാര്യം പറഞ്ഞോണ്ടിരിക്കില്ല. എന്റെ ഇടയിൽ കൂടെ കയറി വെറുതെ രസം കൊള്ളാനായിട്ട് രസം കൊല്ലി. லிச்சு, அம்மா பழைய விஷயம்லாம் சொல்லிட்டு ரொம்ப நல்லா இருக்கு அந்த கதையெல்லாம் கேட்கறதுக்கு. അല്ല, സാധാരണ ഈ സമയമാകുമ്പോഴത്തേക്ക് ഉച്ചഭക്ഷണത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഇന്നൊന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ലേ? എവിടെ പോയേക്കുമായിരുന്നു? എന്താ വന്ന് ചെയ്യാത്തേ? അയ്യേ ചേച്ചി ചമ്മിപ്പോയേ. അയ്യയ്യേ, എത്ര ചമ്മിയാലും ആ മുഖത്ത് അത് കാണിക്കൂല. അതാണ് നമ്മുടെ ചേച്ചി. അല്ലല്ല, ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നേ? പറയാൻ വന്ന കാര്യം മറന്നുപോയി. അമ്മേനെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എന്തോ അത്യാവശ്യം പറയാനാന്ന് തോന്നുന്നു. അത്യാവശ്യമോ? അതെന്താ ഇത്ര അത്യാവശ്യം? എന്താ നോക്കുന്നേ? എന്താ അമ്മയമ്മ അമ്മയപ്പനും വന്നപ്പോഴത്തേനെ വലിയ ഭരണം വന്നല്ലോ നമ്മളോട്. ഭരണോ? എന്തോന്ന് ഭരണം? നിങ്ങളുടെയൊക്കെ കളിയും ചെയ്ത ഒച്ച അങ്ങ് വരെ കേൾക്കായിരുന്നല്ലോ. കേട്ടാ നമുക്ക് തരും. நீங்க சண்டை போடும்போது இதை விட சத்தம் கேக்குமே. പിന്നെ ചേച്ചിയുടെ ബഹളം വെക്കാത്ത പോലെ. ഞാൻ എല്ലാരോടും കൂടെ ഒരു കാര്യം പറയാം. വെറുതെ ഇവിടെ കിടന്ന് എല്ലാരും കൂടെ അലമ്പാവരുത്, അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടൂല. പിന്നെ എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ബഹുമാനം ആവാൻ കേട്ടോ. കാരണം ഞാൻ അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞേക്കുന്നേ, ഇവിടെ ഉള്ളവർക്കൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ബഹുമാനമാണ്. ഭയങ്കര ബഹുമാനം ഒന്നും ഞാൻ പറഞ്ഞില്ല, കുറച്ചൊക്കെ ബഹുമാനമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവേത് അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. മൊത്തം ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കുറച്ച് ഇച്ചിരി ബഹുമാനം എനിക്ക് തരാം. ഓക്കെ കേശുവേ, ഇനി നമ്മൾ നല്ലപോലെ പൊക്കി പറഞ്ഞോണം കേട്ടോ. അമ്മൂമ്മയും പൊക്കി പറയണോ? പറ്റുവാണെങ്കിൽ കുറച്ച് ബഹുമാനം, അത്രയും ഞാൻ ചോദിക്കുന്നു. ബഹുമാനം നിങ്ങൾ എന്തിനാ ഈ കോൺട്രാക്ടർക്ക് ചോദിക്കുമ്പോ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? പണി തുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ, സാധനങ്ങളെല്ലാം കൊണ്ട് അടുപ്പിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ. അയ്യോ, നീ കരുതുന്ന പോലെ അവൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. നല്ല എത്തിക്സ് ഉള്ള പയ്യനാ. അത് മാത്രമല്ല, അവന് ഇന്ന് നല്ല ബഹുമാനമാണ്. എഞ്ചിനീയറാന്ന് ഇറങ്ങിയിട്ടായിരിക്കും. അല്ല, നീ എന്തിനാ നമ്മളെ കാണുമ്പോ ഇങ്ങനെ എണീക്കുന്നേ? അതെ മോളെ, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും മോളിങ്ങനെ എഴുന്നേക്കണമെന്നില്ല. അത് കുഴപ്പമില്ല, ശീലായിപ്പോയി. അതാ ഇരിക്ക്, അച്ഛനും വരി. ഞങ്ങളെ ഈ വീട് കൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, തലവേദനയാണ്. അല്ല മോളിരിക്കി. അത് കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ഇരിക്കും മക്കളെ. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്നേ ഇതല്ലേ? ചേച്ചി, ഓ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? അയ്യോ, എന്തിനും കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നു, തിരക്കിലായിരുന്നു? ഇല്ല, നീ പറഞ്ഞു. പറഞ്ഞോട്ടെ?
പറഞ്ഞു. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല, നീ പറഞ്ഞോ. ചേച്ചി, ഞാനേ ഇന്ന് പടവലത്ത് പോണം എന്ന് ചേച്ചി പറഞ്ഞായിരുന്നല്ലോ. ആ ഇന്ന് പക്ഷേ പടവലത്ത് പോകാൻ ചെറിയൊരു തടസ്സമുണ്ട്. പോകാതിരിക്കാൻ പറ്റൂ? എന്നിട്ട് നാളെ പോയാൽ മതിയോ? മതി, നാളെ പോയാ മതി. അല്ല, ചേച്ചി പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം, കുഴപ്പമൊന്നുമില്ല. ചേച്ചി പറയും പോലെ. ഇല്ല, കുഴപ്പമില്ല. ഇന്ന് മഴയൊക്കെ ആണല്ലോ, നാളെ പോയാ മതി. നാളെ പോവല്ലേ? ശരി ചേച്ചി, താങ്ക് യു. ചേച്ചി പിന്നെ ഞാൻ ഒന്ന് പുറത്തോട്ട് പോക്കട്ടെ. അതിനിപ്പോ എന്താ, പൊക്കോ. ശരി ചേച്ചി. ഓ, മഴ കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ മഴ കണ്ടിട്ട് പോയാ മതി. ഉവ്വ. ഈ കേശുവൊക്കെ വളർന്നൊരു മുട്ടക്കാട്ടം പയ്യനായെങ്കിലും ഇപ്പോഴും ലച്ചുവിനോട് അനുവാദം ചോദിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അവന്റെ ഒരു ബഹുമാനമൊക്കെ കണ്ടോ ഏട്ടാ? നല്ലൊരു പയ്യൻ. അതെ അതെ, വളരെ നല്ല പയ്യനാ. ആഹാ, പാറു. ചേച്ചി, എന്താ പാറു? എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. റൂമൊക്കെ ക്ലീൻ ആക്കണം, ബുക്കൊക്കെ ഒന്ന് അടുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയോ? അത് കഴിഞ്ഞിട്ട് പഠിച്ചാ മതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? പൊക്കോ, പക്ഷെ ക്ലീൻ ചെയ്യുന്നതിന്റെ പേരും പറഞ്ഞേ കൊറേ സമയം അങ്ങോട്ട് കളയരുത്. ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയോ? മതി, അത് കഴിഞ്ഞിട്ട് പഠിച്ചാ മതി. നന്ദി. എത്രയൊക്കെ പാറുക്കുട്ടി കുസൃതി കാണിച്ചാലും ലച്ചുവിനോടുള്ള ഒരു സ്നേഹവും പേടിയുണ്ടല്ലോ, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്നേ. അല്ല, അത് പാറുവിന് മാത്രമല്ല, നമ്മുടെ മോനും ലച്ചുവിന്റെ പേടിയല്ലേ. അല്ല, അത് സ്നേഹം കൊണ്ടുള്ള പേടിയാണ്. അതിപ്പോ അച്ഛനും ഉണ്ടല്ലോ അമ്മയോട് ചെറിയൊരു പേടി. എങ്ങനെ പേടിക്കാതിരിക്കും? ആ ഒരു തരത്തിലല്ലേ. ഏത് തരത്തില്? അല്ല, ഈ തരത്തില് ഇത് തന്നെ. അല്ല, അതാ ഇങ്ങനെ പറഞ്ഞു വരുമ്പത്തേനും. ആ, അതാണ്. അയ്യോ, ഇരിക്കും. അമ്മ ഇരിക്കും. അയ്യോ, ഞാനിവിടെ നിന്നോളാം. ഞാനേ ലച്ചുമോളോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്താ മുമ്മ? ഉച്ചക്കലത്തേക്കിനെ ഒഴിച്ചുകൂട്ടാനുണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മീൻകറിയും കൂടെ വെച്ചാൽ മതിയോ? മതി. லெச்சு, மீன் பொரிக்கணுமா, குருமோளுக்கு சேர்த்து பொரிக்கணுமா, சேர்க்காம பொரிக்கணுமா, எல்லாமே நீ சொல்ற மாதிரி. അത് നിങ്ങളുടെ ഏനം പോലെ എന്താന്ന് വെച്ചാ ചെയ്താ മതി ആന്റി. സാമ്പാർ വെക്കണോ അതോ എന്തെങ്കിലും ഒഴിച്ചുകൂട്ടാൻ വെച്ചാൽ മതിയോ? ഒഴിച്ചു കൂട്ടാൻ പോരെ അമ്മ? അയ്യോ, ഇനിയിപ്പോ ഇവിടെ ചമ്മന്തി ആണെങ്കിലും എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവോ? അയ്യോ, ഇവിടുത്തെ പച്ചക്കറി കൂട്ടാനൊക്കെ എന്തൊരു ടേസ്റ്റ്. അപ്പൊ അത് മതി. എന്നാ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, മോൾ ഇവിടെ നിന്നോ, അച്ഛനോടും അമ്മയോടും സംസാരിക്ക്, ഞങ്ങൾ പൊക്കോളാം. കനകം ബാ. അയ്യോ, ഒരു കാര്യം കൂടെ ഒന്ന് ചോദിക്കണമായിരുന്നു. തോരൻ വെക്കുമ്പോഴേ തേങ്ങ ചേർത്ത് വെക്കണോ തേങ്ങ ചേർക്കാതെ വെക്കണോ? തേങ്ങ ചേർത്ത് വെച്ചാ മതി. മക്കൾ സംസാരിച്ചോട്ടെ. ശരി. എന്തല്ലേ ഈ അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെയാന്നേ, എന്നെ അടുക്കള കയറ്റത്തേ ഇല്ല. നല്ല അമ്മുമ്മ. അതെ അതെ. അയ്യോ, കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അതെന്താന്നറിയോ ഉറക്കമില്ലാത്ത? സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരുമെന്നേ. എന്നാ ശിവമോൾ ഇങ്ങോട്ട് വരുന്നേ? ഞാനും അച്ഛനും ഇവിടെ ശിവമോളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ശിവാനി, ആ ശരി, എന്നാ വേഗം പറഞ്ഞേട്ടാ. ആരാ? ചേച്ചിയാണോ? ആ, ശിവചേച്ചിയായിരുന്നു. അല്ല, എന്താണ് അവളുടെ വിശേഷങ്ങൾ? അല്ല, അവളവിടുത്തെ ഭക്ഷണകാര്യമൊക്കെ പറയായിരുന്നു. ഉറക്കമൊന്നും ശരിയാവുന്നില്ല എന്ന്. ആകെ അവക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉപ്പുമാവും പൊങ്കലും മാത്രമേ ഉള്ളൂ എന്ന്.
ഹോസ്റ്റൽ ഫുഡല്ലേ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അമ്മ ഇതൊക്കെ ഞാൻ വരച്ച പടാ. അയ്യോടി നല്ല അടിപൊളിയാണല്ലോ. ലച്ചു ചേച്ചി പറഞ്ഞിട്ടുണ്ട് പാറു നന്നായിട്ട് പടമൊക്കെ വരയ്ക്കുമെന്ന്. സൂപ്പർ ആയിട്ടുണ്ട്. അതെ, പാറുവിനോട് അച്ഛൻ വഴക്കാ. എന്താ? പടം വരച്ചിട്ട് അച്ഛനല്ലേ കാണിച്ചത്, അമ്മനല്ലേ കാണിച്ചത്. മിണ്ടണ്ട അപ്പോ. അച്ഛ സോറി. വേണ്ട 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 വേണ്ട. അമ്മ ആ പടം ഇങ്ങടുത്തെ അച്ഛ നോക്ക്. നോക്കട്ടെ. പടം കൊള്ളാം. വീട്, മരം, കാക്കകള്. പക്ഷേ ഇതിനകത്തൊരു കുറവുണ്ട്. എന്ത്? കണ്ടുപിടിക്കാമോ? എന്ത് കുറവാ? കിണറാണോ? അല്ല. പിന്നെ എന്താ? ഈ ഭാഗത്ത് ഒരു പോസ്റ്റും സ്ട്രീറ്റ് ലൈറ്റും പന്നം. ഇങ്ങോട്ട് തന്നെ, വെറുതെ അല്ല കൊച്ചു നിങ്ങളെ കാണിക്കായിരുന്നത്. അതിനകത്തൊരു നാച്ചുറാലിറ്റി വരുള്ളൂ. നന്നായിട്ടുണ്ട് കേട്ടോ. എന്താണ്? അയ്യോ ചേച്ചി, ചേച്ചി ഞാൻ 1 മണിക്കൂർ പഠിച്ചായിരുന്നു. പിന്നെ പടം വരച്ചവരെ കാണിക്കാൻ വന്നതാ. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഞാൻ പഠിക്കാം. ആയിക്കോട്ടെ. വൈകുന്നേരം 4 മണി തൊട്ട് 5 മണി വരെ ഞാൻ കളിച്ചോട്ടെ. അത് കഴിഞ്ഞ് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ കുളിച്ചോട്ടെ. അത് കഴിഞ്ഞ് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ കഴിച്ചോട്ടെ. തൽക്കാലം കനകാന്റി അവിടെ അടുക്കളയിൽ നാരങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കൾ അത് പോയി കുടിക്കും. എനിക്ക് നാരങ്ങളും വേണ്ട ചേച്ചി. പിന്നെ ചേച്ചി നിർബന്ധിക്കുവാണെങ്കിൽ ഞാൻ കുടിക്കാം. വേണ്ട, മക്കള് കുടിക്കണ്ട. അല്ല, നീ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞോ? പിന്നെ അടുക്കളയിൽ പണിയെടുക്കാൻ പോകുമ്പോ സമ്മതിക്കണ്ടേ? മക്കള് പൊക്കോന്നും പറയാം എന്നെ അവിടെ ഓടിച്ചു കിട്ടും. ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നത് അമ്മൂമ്മക്ക് ഇഷ്ടമല്ല. അമ്മൂമ്മക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ചേച്ചി യോ ചേച്ചി ബിസി ആയിരുന്നു? ഇല്ല, നീ പറഞ്ഞു. അല്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ അല്ലേ? ചേച്ചി, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടെ മൂവാറ്റുപുഴ വരെ പോകുന്നു. ഞാനും കൂടെ ഒന്ന് പൊക്കോട്ടെ? മൂവാറ്റുപുഴയ്ക്കാ? അതെ. അപ്പൊ ചേച്ചി പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല. പോയിട്ട് പെട്ടെന്ന് വരുവോടാ? അയ്യോ, ചേച്ചി ഏത് സമയം പറയുന്നു ആ സമയത്ത് ഞാൻ ഈ വീട്ടിൽ കാണും. ആണല്ലേ? അതെ. അങ്ങനെയാണെങ്കിലേ ചേച്ചി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എപ്പോ? കുഴപ്പമില്ല. ചേച്ചിക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ പറഞ്ഞാൽ മതി ചേച്ചി. ഞാനത് അങ്ങോട്ട് പോക്കട്ടെ ചേച്ചി? ഓ, ചേച്ചി പറയുമല്ലോ. പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വാസമാണ്. പാറു ബാടാ. പോവാണേ ചേച്ചി? പൊക്കോട്ടെ. പോവാണ് ചേച്ചി, പൊക്കോട്ടെ. പൊക്കോട്ടെ. പോക്കോ. നല്ല തങ്കക്കുടം പോലുള്ള പിള്ളേര്. എല്ലാവർക്കും ലച്ചുവിനോട് എന്ത് സ്നേഹം. ഇവരെപ്പോഴും ഇങ്ങനെയാണോ ലച്ചു? ഇടയ്ക്കിടയ്ക്ക്. ക്ഷമിക്കണം ചേച്ചി, നേരത്തെ ഞാൻ ഡ്രോയിങ് ബുക്ക് എടുത്തോണ്ട് പോകാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്തോട്ടെ? എടുത്തോ. അച്ഛാ, ആ ഡ്രോയിങ് ബുക്ക് ഞാൻ പിടിച്ചു. താങ്ക് യു ചേച്ചി. ഞാൻ പൊക്കോട്ടെ? ഇവിടെ ലച്ചു ഒരു മഹാസംഭവമാണല്ലേ. അതെ അതെ അതെ, നീ ഒന്ന് നിർത്തിയേ. എടാ ഉമേഷേ, ഞാൻ പറയുന്നൊന്ന് കേക്കുവോ? എന്നാലേ തേങ്ങ ഇപ്പൊ കൊടുക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. ഒന്ന് തേങ്ങ കൊടുത്തതിൻ്റെ അനുഭവം എനിക്കറിയാം. അതുകൊണ്ട് കൊടുക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിന്റെ തിരുമറി ഒന്നും എന്നോട് വേണ്ട മോനെ. ഇല്ലില്ല, നീ ഒന്നും പറയണ്ട. നീ ഫോൺ വെച്ചേ. വെക്ക്. ആരാമ്മ ഈ ഉമേഷ്? അത് പടവലത്തെ വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ പണിക്ക് ഇരിക്കുന്ന പണിക്കാരനാ. ഈ ഉമേഷിനെ പടവലത്തൊരുക്കേ വന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കുറച്ച് തേങ്ങ കിടക്കുന്നു, അത് കൊടുത്തോട്ടെ എന്ന് ചോദിക്കാൻ വിളിച്ചതാ. കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നേ. വെള്ളം അടിക്കോ? വെള്ളത്തിനകത്ത് കുളിക്കത്തേ ഉള്ളൂ. എന്താണ് ഒരു ചിരിയൊക്കെ?
അല്ല ഞങ്ങളെ പടവലത്തെ ഉമേഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്ക. ഉമേഷേട്ടനാ അത് കോമഡിയാ അല്ലേ ഉമേ? അതെ ആന്നേ. വേറൊന്നും ഇല്ല, അവിടെ കുറച്ച് തേങ്ങ കിടപ്പുണ്ടേ, അത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമായിരുന്നു. അത് കൊടുക്കണോ? തേങ്ങയല്ലേ? ആ ഇനിയിപ്പോ എന്താ കൊടുത്തോ. പറമ്പ് കിളയ്ക്കാൻ ആളിനെ നിർത്തണോ? അതിനിപ്പോ എന്താ, നമുക്ക് പറമ്പ് കിളയ്ക്കാൻ ആളെ നിർത്താം. ഈ മാസം നിർത്തണോ അതോ മഴ മാറിയിട്ട് നിർത്തിയാ മതിയോ? അല്ല, മോള് പറയും പോലെ ഈ മാസം നിർത്തണ്ടെങ്കിൽ നിർത്തുന്നില്ല, മോള് പറയുന്നത് പോലെ. കൊഴപ്പില്ല, ഈ മാസം തന്നെ നിർത്തിക്കോ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് വരാം. മോളെ. ഓ ഇല്ല, മോള് തിരക്കാണെങ്കി പൊക്കോ. വെറുതെ വീട്ടിലിരിക്കുന്ന എനിക്ക് എന്ത് തിരക്ക്, അമ്മമ്മ പറഞ്ഞു. പിന്നെ ഞാനും കനകവും കൂടെ ഒന്ന് പടവലത്തോട്ട് പോയിട്ട് വരട്ടെ, എന്നിട്ട് 2 ദിവസം അവിടെ നിന്ന് നിന്നോട്ടെ. അത് ഞാൻ പറഞ്ഞാ മതിയോ? എന്തായാലും ഇന്ന് തന്നെ പോണമെന്നില്ലല്ലോ. ഇല്ലില്ല, പറഞ്ഞാ മതി. പറഞ്ഞിട്ടേ പോവും. പറയാം. ശരി ശരി അച്ഛനെ അപ്പുറത്തുണ്ടാവേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനമൊന്നും വേണ്ട. ആയിക്കോട്ടെ. ശരി ശരി ശരി. എന്റെ മരുമോളൊരു സംഭവം തന്നെ ഉണ്ടാ. ഇവരൊക്കെ ബഹുമാനിക്കണ കാണുമ്പോ എനിക്ക് അവളൊന്ന് ബഹുമാനിക്കാൻ തോന്നുന്നു. ഭയങ്കര. അപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞായറാഴ്ച ഞാനും നമ്മുടെ കുഴിപ്പുളത്തച്ഛനും കൂടെ ഇവിടുന്ന് വണ്ടിയിൽ നേരെ കുഴിപ്പുളത്ത് പോകുന്നു. അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു, എണ്ണിയെല്ലാം ചിട്ടപ്പെടുത്തിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചിങ്ങ് വരുന്നു. പറ്റുവാണെങ്കിൽ നമുക്ക് ലജേച്ചി. അയ്യോ ലജേച്ചി. എന്താടാ ചേച്ചി, പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, പറയട്ടാ? ഈ വരുന്ന ഞായറാഴ്ച ഞാനും നമ്മുടെ കുഴിപ്പുളത്തെ അച്ഛനും കൂടെ കുഴിപ്പുളം വരെ ഒന്ന് പോവും. എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ചിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ ഇങ്ങ് വരും. അങ്ങനെ ചെയ്തോട്ടെ. അതിനിപ്പോ എന്താ, നിങ്ങൾ പോയിട്ട് എന്നോട് ചോദിക്കണം എന്തിനാ? சித்தோடம்மா இங்க எல்லா விஷயமும் லெச்சு கிட்ட கேட்டுதான் எல்லாரும் செய்வாங்க. ചേച്ചി, കുഴിപ്പള്ളത്തച്ഛൻ ഇങ്ങോട്ട് വന്നപ്പോഴേ കുറച്ച് മിഠായി എനിക്ക് കൊണ്ടുവന്നായിരുന്നു. അതിന്റെ ബാക്കി ഇരിപ്പുണ്ട്. അതിനകത്ത് 2 ചോക്ലേറ്റ് ഞാൻ തിന്നോട്ടെ. 2 വേണ്ട, ഒരെണ്ണം തൽക്കാലം ഇപ്പൊ കഴിക്കണ്ട. എന്താണ് എൻ്റെ ലച്ചു, ഒരു ചോക്ലേറ്റ് അല്ലേ എൻ്റെ മക്കള് കഴിച്ചു. അമ്മ അതൊന്നും പറ്റത്തില്ല. ചേച്ചി പറയാതെ എനിക്കൊന്നും തിന്നാൻ പറ്റത്തില്ല. லெச்சு நான் கிச்சன்ல போட்டா? ആന്റി എവിടെ വേണമെങ്കിലും പോക്കും. லெச்சு மத்தியானம் சாப்பாடு 1 மணிக்கு சாப்பிடலாமா இல்ல 2 மணிக்கு சாப்பிடலாமா? നമുക്ക് 1:50 சாப்பிடலாம். சரிங்க, எல்லாமே நீங்க சொல்ற மாதிரி. ചേച്ചി, ചേച്ചി ഞാനൊന്ന് ശിവാനി ഒന്ന് വിളിച്ചോട്ടെ, ഫോൺ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലമ്മ, ഞാൻ വിളിച്ചില്ല. ഇപ്പൊ വേണ്ടടാ, അവളിപ്പോ ക്ലാസ്സിലായിരിക്കുമല്ലോ. നമുക്ക് രാത്രി വിളിക്കാം. ഓക്കെ, രാത്രി ചേച്ചി പറയും പോലെ ആയിക്കോട്ടെ. ലച്ചുമോളെ, ഇപ്പൊ ഞാൻ രാവിലെ മാത്രമേ കുഴമ്പ് തേക്കുന്നുള്ളൂ. വൈകിട്ടൂടെ തേച്ചോട്ടെ? അമ്മൂമ്മ ഉച്ചയ്ക്കും കൂടെ അങ്ങ് തേക്കേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചേച്ചി, ഞാൻ അടുക്കളയിലോട്ട് പൊക്കോട്ടെ? പിന്നെന്താ, പൊക്കോ. താങ്ക് യു. യു ആർ വെൽക്കം. നീ കുഴിപ്പളത്ത് വന്നേ, നീയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഞാൻ സത്യമായിട്ട് വിചാരിച്ച കള്ള വന്ന. ഷോ, ഇതിപ്പം ഇവിടെ നിന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യത്തില്ലല്ലോ മോളെ. പെൺപിള്ളേരായി ഇങ്ങനെ വേണം, മിടുക്കി. താങ്ക് യു. ചേച്ചി, ഞാനൊന്ന് പോയിക്കട്ടെ. ഇതും കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതി. ചേച്ചി പറയും പോലെ. എന്നാലും പിള്ളേർക്കൊക്കെ പേടിയാ.
ആ ശിവ 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞെന്നാ? അതിന് 5 മണി വരെയല്ലേ ക്ലാസ് ഉള്ളൂ. ആ അതിന് നീ ക്ലാസ് കഴിഞ്ഞ് പുറത്ത് പോക്കോ? അതിന് എൻ്റെ അടുത്ത് പോയിക്കണേ. എന്ത് 6:30 തിരിച്ച റൂമെത്തൂന്നാ? അതിന് നീ പൊക്കോ. ഓ ഓ അങ്ങനെ. ഓ മതി, ചേച്ചിയുടെ അടുത്ത് ഇത്രയും ബഹുമാനം മതി. ശരി കേട്ടോ, ആയിക്കോട്ടെ. എന്താ എന്ത് വേണം? ബഹുമാനിക്കാൻ വന്നതായിരിക്കും അല്ലേ? അതെ. എന്നാ ബഹുമാനിച്ചിട്ട് പൊക്കോ. ചേച്ചി ഭയങ്കര ദേഷ്യത്തിലാ. മോളെ ദേഷ്യത്തിന് കാരണം ഞങ്ങളാരെങ്കിലും ആണോ? നിങ്ങളൊന്നും കാരണമല്ല. ചേച്ചി ആണെങ്കിൽ പറയണം, നമുക്ക് ആ തെറ്റ് തിരുത്താനാണ്. എന്തിനും അതിന്റെ ആവശ്യമൊന്നുമില്ല. ആണോ? ആ എല്ലാരും കൂടെ മനഃപൂർവ്വം മനുഷ്യനെ ബഹുമാനിച്ച് മാനം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കാണല്ലേ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ആന്റിയും ഇവരുടെ കൂടെ കൂടിയല്ലേ? நான் இந்த பிளானிங்ல எல்லாம் இல்ல. நீ தானே சொன்ன உங்ககிட்ட எல்லாரும் மரியாதையா பேசணும், அதனால நானும் மரியாதை காமிச்சேன். என்ன மரியாதை கம்மி ஆயிடுச்சா? ആ കമ്മിയായി പോയി. കുറച്ചും കൂടെ മര്യാദ കാണിക്കാൻ പറ്റുമോ? ആ മതി, ധാരാളം. അയ്യോ, ഞാൻ നേരെ നിക്കാൻ പറഞ്ഞില്ലല്ലോ. ആ അങ്ങനെ തന്നെ നിക്ക്. എന്തൊക്കെ അനുവാദങ്ങളായിരുന്നു. മിഠായി കഴിക്കാൻ അനുവാദം, നിനക്ക് പുറത്തു പോവാൻ അനുവാദം, ബാത്റൂമിൽ പോവാൻ അനുവാദം. അമ്മമ്മയ്ക്ക് എന്ത് അനുവാദമായിരുന്നു വേണ്ടേ? കറിയിൽ തേങ്ങ ഇടാനല്ലേ? ആ അതിന് അനുവാദം. മനസ്സിലായി എനിക്ക്. നേരെ നിന്നോ. ഞാനേ നിങ്ങളെയൊക്കെ പോലെ ക്രൂരയല്ല. ആട്ടെ, ശിവാനിനെ ആരാണ് അവ വിളിച്ച് ക്ലാസ് എടുത്തത്? എല്ലാരും എന്നെ നോക്കുന്ന ഞാനല്ല. അല്ല, അവള് എന്നെ വിളിച്ച് ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുന്ന്. ചേച്ചി, കേശവണ്ണല്ല, ഞാനാ വിളിച്ചു പറഞ്ഞത്. ഓ, ശിവചേച്ചിയും കൂടെ ചേച്ചിയാ ബഹുമാനിക്കട്ടെ എന്ന് വിചാരിച്ച്. അതെന്തായാലും വളരെ നന്നായി. മോളെ, ഓ അമ്മൂമ്മ ഓവറല്ലല്ലോ. അമ്മൂമ്മ ഒട്ടും ഓവറല്ല. അമ്മൂമ്മ ഈ ജന്മികളുടെ ഒക്കെ മുമ്പില് പാവപ്പെട്ടന്മാരെ ഓച്ചാനിച്ച് നിക്കുവല്ലോ, അടിയന്മാരെ. അതുപോലെയാണല്ലോ നിക്കണത്. ഇനി വീണ്ടും കുമ്പിടണോ? കുമ്പിടാൻ പറ്റുമോ? എന്നാ കുമ്പിട്ടെ. തല തറയിൽ മുട്ടാൻ പറ്റുമോ? മുട്ടിക്ക് എന്തേ മുട്ടണില്ലേ? അതെ, മനുഷ്യനെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അവരപ്പുറത്തുണ്ട്. മനുഷ്യനെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. ഞാൻ നേരത്തെ കുഴിപ്പുറത്തെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്നെ ഭയങ്കര ബഹുമാനവും പേടിയാണെന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയാം. അല്ലാതെ മനുഷ്യനെ പ്രാന്താട പോലെ പെരുമാറാനല്ലത്. ചേച്ചി എന്താണ് പറഞ്ഞു പറഞ്ഞത്? ദയവ് ചെയ്ത് എന്നെ ബഹുമാനിക്കണ്ട. നേരത്തെ തന്നോണ്ടിരുന്ന ബഹുമാനമില്ലേ, അതുപോലും എനിക്ക് തരണ്ട. അതെന്താ ചേച്ചി അങ്ങനെ പറയണേ? ഞങ്ങൾക്കാണെങ്കിൽ ചേച്ചിയെ ബഹുമാനിച്ച് കൊതി തീർന്നിട്ടില്ല. അത് തന്നെ ചേച്ചി. ഇനി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ചേച്ചിയെ ബഹുമാനിക്കും. സത്യം പറഞ്ഞാലേ ഞാൻ അപ്പുറത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ കാല് കഴുകി ബഹുമാനം കാണിക്കാനേ. എന്താ ഇത്? അത് ഒന്നുമില്ല സീതേ, കേശു അനുസരണക്കേട് കാണിച്ചു, ലച്ചുവിന് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. എന്ന് കരുതി നെഞ്ചത്ത് കയറിയിരുന്നൊക്കെ ഇടിക്കോ? ഇത് നമ്മള് കണ്ട മരുമോളല്ല കേട്ടോ.